ഹലോ, വെൽക്കം ടു സ്റ്റുഡന്റ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് 10th ഫിസിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇംപ്രൂവ്മെന്റ് ഒക്കെ ആയപ്പോ +1 ഇംപ്രൂവ്മെന്റ് ഒക്കെ ആയപ്പോ കുറച്ച് ലാഗ് അടിച്ചു 10th കാര്യത്തില്. സോ നമ്മൾ ഇനി ആദ്യം മുതൽ തുടങ്ങാൻ വേണം. അപ്പൊ പഠിക്കാത്തവർക്കും പഠിച്ചു തുടങ്ങാനുള്ള ചാൻസ് ആണ്. നിങ്ങൾക്ക് എക്സാം എന്ന് പറയുന്നത് മാർച്ചിൽ ഉണ്ടാവും എന്നാണ് അറിവ്. ഇനിയിപ്പോ അത് നീട്ടി വെക്കുമെന്നൊന്നും അറിയില്ല. അപ്പൊ സ്റ്റിൽ മാർച്ചിൽ എക്സാം ആണെന്നുള്ള രീതിയിൽ നമുക്ക് പോവാം. അപ്പോ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുതൽ ഞാൻ അവസാനത്തെ ചാപ്റ്റർ വരെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ഇത് പഠിപ്പിക്കുന്ന എങ്ങനെയാ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് പോവാം. അല്ലാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും വലിച്ചു വാരി പറയുന്നില്ല. സോ നമ്മൾ ഇതിൽ മൊത്തം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ്. ആദ്യം ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ബ്രീഫ് ആയിട്ട് ഐഡിയ തരാം. എന്നതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ്, അതിന് ഓരോ പാർട്ടിനും ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ള രീതിയിൽ നമുക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇത് പറയാൻ പോകുന്നത്. സോ ആ ചാപ്റ്ററിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം അതിന് വരാൻ ചാൻസ് ഉള്ള ഭാഗം എന്ന് പറയുന്നത് കൺവേർഷൻസ് ഓഫ് ഇലക്ട്രിക് എനർജീസ് ആണ്. അതായത് ഇലക്ട്രിക്കൽ എനർജി ഏതൊക്കെ തരത്തിൽ കൺവേർട്ട് ആകുന്നു എന്നുള്ളതാണ്. കുറച്ച് ആദ്യം തന്നെ ബോക്സിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. തുടക്കത്തിൽ ചാപ്റ്റർ സ്റ്റാർട്ട് ആവുന്നത് അങ്ങനെയാണ്. എക്സാമ്പിൾസ് ചോദിച്ചിട്ട് എന്തിലേക്ക് മാറുന്നു, ഈ എനർജി എങ്ങനെ ഏത് എനർജി ആയിട്ട് മാറുന്നു. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫാൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി എന്ത് എനർജി ആയിട്ട് മാറുന്നു, മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു അല്ലെ. കറങ്ങാണ് ചെയ്യുന്ന ഫാൻ, ഇപ്പൊ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ബൾബ് എന്ന് പറയുന്നതോ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജി. ചെറിയൊരു ചൂടുണ്ട് അല്ലെ, ഇപ്പൊ ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ കുറെ കൺവേർഷൻസ് അത് എക്സാമിന് ഒരു മാർക്കിനൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതാണ് അതിലെ ആദ്യത്തെ ഒരു ഭാഗം, ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. ആ ഭാഗത്ത് നിന്ന് ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ചോദിക്കുക. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനുള്ള പ്രോബ്ലം പാർട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, തിയറി ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഇവിടെ അത് റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. സോ ആ ഭാഗം നമുക്ക് അപ്പം നോക്കാം. എന്താണ് ഹീറ്റിംഗ് എഫക്ട്, എങ്ങനെയാണ് ഹീറ്റിംഗ് എഫക്ട്, എന്തൊക്കെയാണ് ഇക്വേഷൻസ് വരുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ആ ഭാഗത്തിലുള്ളതെന്നൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അടുത്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ്, എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഡെഫിനിഷൻ, എന്താണ് അത് ഒരു മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കാം. ഇനി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോബ്ലം ABC അല്ലെങ്കിൽ AB എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഈ ചോദ്യങ്ങൾ ചോദിക്കുക. സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ കുറച്ച് ടേംസ് തന്നിട്ട് അതിൽ നിന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പൊ അതിന്റെ യൂണിറ്റ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അത് കാണാനുള്ള ഇക്വേഷൻ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. B എന്ന് പറയുന്നതാണ് സിമ്പിൾ എന്നൊക്കെ വൃത്തിയായിട്ട് അറിഞ്ഞു വെക്കുക. നമ്മളത് പറയും കേട്ടോ, അടുത്തതിൽ പറയും. ഞാൻ അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്, നിങ്ങൾക്ക് ബോർ അടിക്കും, അതുകൊണ്ടാണ് പറയാത്തത്. അടുത്താണ് പവറിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, പവറിന്റെ യൂണിറ്റ് എന്താണെന്നുള്ളത്, പവർ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് 1-2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ പ്രോബ്ലം ആയിട്ടും ചോദിക്കാം. ഡയറക്റ്റ് ആയിട്ട് പവർ കാണാനുള്ള സാധനങ്ങളൊന്നും തരില്ല. നമ്മൾ ബാക്കിയുള്ളതൊക്കെ കണ്ടുപിടിച്ച് അതിൽ നിന്ന് പവർ കാണാനുള്ള ഇക്വേഷൻ ഡ്രൈവ് ഒക്കെ ചെയ്തിട്ടൊക്കെ ആയിരിക്കും നോർമലി ചോദിക്കുക. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പവറിന്റെ ഭാഗത്തുനിന്ന് വന്നത് കണ്ടിട്ടില്ല, വളരെ റെയർ ആണ്. അടുത്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഭാഗം എന്ന് പറയുന്നതാണ് അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ്. റെസിസ്റ്റേഴ്സ് 2 തരത്തിൽ അറേഞ്ച് ചെയ്യാം അല്ലെ, പാരലൽ ആയിട്ടും അറേഞ്ച് ചെയ്യാം, സീരീസ് ആയിട്ടും അറേഞ്ച് ചെയ്യാം. ഈ ഭാഗത്തുനിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. എന്തുകൊണ്ട് പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു, എന്തുകൊണ്ട് എന്താ പറയാ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വരാം. ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ അത് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്. രണ്ടും തമ്മിൽ കമ്പാരിസൺ, അതുപോലെ പാരലിൽ കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്, സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വരും. അപ്പൊ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇതിന്റെ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും തിയറി പാർട്ടും നമ്മൾ പറയുന്നതായിരിക്കും. ഇനി അടുത്തത് അപ്ലയൻസസും യൂസസും. പല അപ്ലയൻസസും അതിന്റെ യൂസുമായിട്ട് ചെറിയ മാർക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം. അത് അടുത്തൊരു ഭാഗമാണ് നിക്രോം. നിക്രോം എന്താണ്, നിക്രോം എന്ന് പറഞ്ഞാൽ എന്താണ്, നിക്രോം എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. നിക്രോം എന്ന് പറഞ്ഞ ഒരു അലോയാണ്. സോ നിക്രോം എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു, നിക്രോമിന്റെ യൂസസ് എന്താണ്, അതുപോലെ വരാനുള്ള ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിക്രോം എന്ന് പറയുന്നത് ഒരു ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നു. എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു, അയൺ ബോക്സിലാണെങ്കിലും ഹീറ്ററിലാണെങ്കിലും ഒക്കെ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത് നിക്രോം ആണ്. എന്തുകൊണ്ടാണ് നിക്രോം ഉപയോഗിക്കുന്നത്, എന്താണ് നിക്രോമിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളതൊക്കെയാണ് ചോദ്യം വരിക.
അടുത്താണ് സേഫ്റ്റി ഫ്യൂസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഉപയോഗം എന്താണ്, അതുപോലെ സേഫ്റ്റി ഫ്യൂസ് കണക്ട് ചെയ്യുമ്പോൾ ഏത് രീതിയിലായിരിക്കണം കണക്ട് ചെയ്യുന്നത്. സേഫ്റ്റി ഫ്യൂസ് വെറുതെ കണക്ട് ചെയ്താൽ പോരാ, അത് കണക്ട് ചെയ്യുമ്പോൾ ചില പ്രിക്വേഷൻസ് ഒക്കെ എടുക്കണം. ഒരു പ്രത്യേക തരത്തിലുള്ള പ്രിക്വേഷൻസും പ്രത്യേക തരത്തിലൊക്കെ വേണം ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യാനൊക്കെ. അപ്പൊ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് സേഫ്റ്റി ഫ്യൂസിന്റെ ഭാഗത്തുനിന്ന് വരാനുള്ള എന്താ പറയാ ചോദ്യങ്ങൾ. അതുപോലെ സേഫ്റ്റി ഫ്യൂസ് എങ്ങനെയാണ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത് എന്നുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ പവറിന്റെ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു. പവറിന്റെ ഭാഗത്ത് നിന്ന് പ്രോബ്ലംസ് ഒരുപാട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തതാണ് ഇൻകാൻഡസെന്റ് ലാമ്പ് അതുപോലെ ഡിസ്ചാർജ് ലാമ്പ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇൻകാൻഡസെന്റ് ലാമ്പിൽ എന്തുകൊണ്ടാണ് ഇനേർട്ട് ഗ്യാസ് നിറയ്ക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അത് ചോദിച്ചു കണ്ടിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്താണ് ഡിസ്ചാർജ് ലാമ്പ് അതിൽ നിറയ്ക്കുന്ന ഗ്യാസിനനുസരിച്ച് ഡിസ്ചാർജ് ലാമ്പിന്റെ കളറൊക്കെ വ്യത്യാസം വരുന്ന കണ്ടിട്ട് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. സോ നമുക്ക് നോക്കാം. അടുത്ത ഭാഗമാണ് LED എന്ന് പറയുന്നത് വലിയൊരു സെക്ഷൻ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ LED ബൾബിന്റെ വരുന്നുണ്ട്. എന്താണ് LED ബൾബ് എന്ന് പറയുന്നത്, അതിന്റെ ഫുൾ ഫോം എന്താണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. അതിന്റെ പാർട്സ് എന്താണ്, യൂണിറ്റ്സ് എന്താണ് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ്സ് അതിന്റെ ഭാഗങ്ങൾ ചോദിച്ചിട്ട് ആ ഭാഗങ്ങളെ കുറിച്ച് എടുത്ത് എഴുതാൻ ചോദിക്കാറുണ്ട്. പിന്നെ അതിൽ വന്നിട്ട് എന്താ കൺസ്ട്രക്ഷൻ, LED ബൾബിന്റെ കൺസ്ട്രക്ഷൻ ചോദിക്കുന്നുണ്ട് ടെക്സ്റ്റില്. പിന്നെ ചോദിക്കുന്നതാണ് റിപ്പയർ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സോ നമുക്കത് നോക്കാം. അടുത്തൊരു ഭാഗമാണ് ആംപറേജ് എന്താണ് ആംപറേജ് എന്താണ്, അതിന്റെ യൂണിറ്റ്സ് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഷോർട്ട് സർക്യൂട്ടിംഗ് ആൻഡ് ഓവർലോഡിംഗ്. നമ്മുടെ സർക്യൂട്ടിൽ കറണ്ട് കൂടാനുണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കൂടാൻ കാര്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എഴുതുക എന്ന് പറയുമ്പോൾ ഒന്ന് ഷോർട്ട് സർക്യൂട്ട്, പിന്നെ എന്താ പറയാ ഓവർലോഡിംഗ്, പിന്നെ ഒന്നാണ് ലൈറ്റനിങ്. നമ്മുടെ ഇടി വെട്ടൊക്കെ വരുന്ന സമയത്തും സർക്യൂട്ടിൽ കറണ്ട് കൂടും അല്ലെങ്കിൽ വോൾട്ടേജ് കൂടി സർക്യൂട്ട് ഒക്കെ ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അടുത്താണ് കമ്പോണൻസ് ഓഫ് LED ബൾബ്. കൺസ്ട്രക്ഷനും കമ്പോണൻസും LED ബൾബിന്റെ കമ്പോണൻസും ഒക്കെയാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന് ഏകദേശം പഠിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് ഈ ഭാഗത്ത് നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളൊന്ന് പഠിക്കേണ്ടത് എന്നുള്ള രീതി. ഞാൻ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ടെക്സ്റ്റിൽ ഉണ്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ടെക്സ്റ്റ് വളരെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗങ്ങൾ അതുപോലെ വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്തായിട്ട് എന്തിലേക്ക് പോവാം, ക്വസ്റ്റ്യൻസിലേക്ക്. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ രീതിയിലായിരിക്കും എന്ത് വരിക, ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ആദ്യത്തെ ഞാൻ നേരത്തെ പറഞ്ഞു പാർട്ടിന്ന് ആദ്യത്തെ വരുന്ന ഭാഗം എന്ന് പറയുന്നത് കൺവേർഷൻ തന്നെയാണ്. അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ബൾബ് എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജി എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. താഴെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ഈസ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇലക്ട്രിക്കൽ എനർജി? ഇൻഡക്ഷൻ കുക്കറിൽ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി ആണ് അല്ലെ. നമ്മൾ പാത്രം വെക്കുമ്പോൾ ചൂടാവുന്നത് എന്തുകൊണ്ടാണ്? ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാട്ടോ. എക്സാമിന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനും ചാൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. സോ ഇതിന്ന് ഏകദേശം ഒരു ചാപ്റ്ററിന് ചോദിക്കുന്ന 3 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പൊ ഇതിന് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് ചോദിക്കും. സോ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് കിട്ടും. സോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പറയുന്നത് വൃത്തിയായിട്ട് പഠിക്കുക. ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നത് ആൻസർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് താഴെ കാണാം. ആൻസർ നിങ്ങൾ എഴുതിയെടുക്കുക, ഒരു പേനയും ബുക്കും എടുത്തു വെച്ച് അതിൽ എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം പോവാം. റൈറ്റ് എനി 2 സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഓവർ കറന്റ് ഈസ് ഫ്ലോയിങ് ത്രൂ എ സർക്യൂട്ട്. സർക്യൂട്ടിൽ കൂടെ ഓവർ കറണ്ട് പാസ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? 2 കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങുമാണ്. അപ്പൊ ഈ 2 കണ്ടീഷൻസ് ആണ്. ഇതിന്റെ ഡെഫിനിഷൻസ് ടെക്സ്റ്റിൽ ഉണ്ട്. അപ്പൊ അത് പഠിക്കുക. ഷോർട്ട് സർക്യൂട്ടും ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഡെഫിനിഷൻസ് എടുത്ത് പറയാത്തത്. ടെക്സ്റ്റിൽ വൃത്തിയായിട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒരു നീല കളർ പോലെയുള്ള ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ വൃത്തിയായിട്ട് പഠിക്കുക. ഷോർട്ട് സർക്യൂട്ടിംഗ് എന്താണ്, ഓവർലോഡിംഗ് എന്താണ് എന്നുള്ളത് പഠിക്കുക. ചിലപ്പോൾ 3 മാർക്കായിട്ട് ചോദിക്കും. അപ്പൊ 2 കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങുമാണ് നമ്മുടെ സർക്യൂട്ടിൽ ഓവർ കറണ്ട് ഫ്ലോ ചെയ്യും. അതുപോലെ തന്നെ വേറൊരു കണ്ടീഷനാണ് ലൈറ്റനിങ് എന്ന് പറയുന്നത്, ഇടിവിട്ട് വരുന്നുണ്ടാവുന്നത് പറയും. അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, നെയിം എനി 2 പാർട്സ് ഓഫ് LED ആൻഡ് റൈറ്റ് ദെയർ യൂസസ്. ഞാൻ പറഞ്ഞു LED യുടെ 2 പാർട്സ്
എഴുതാനാണ് പറയുന്നത്. ഒരുപാട് പാർട്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 പാർട്സ് എഴുതിയിട്ട് ആ 2 പാർട്സിന്റെ യൂസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ പറയുന്ന 2 പാർട്സ് ഏതാണെന്ന് വെച്ചാൽ ബേസ് യൂണിറ്റും ഡിഫ്യൂസർ കപ്പുമാണ്. ഞാൻ 2 പാർട്സ് എടുത്തു. നിങ്ങളുടെ ടെക്സ്റ്റിൽ വേറെ ഒരുപാട് പാർട്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്സ് നിങ്ങൾക്ക് എടുത്ത് എഴുതാവുന്നതാണ്. സോ ബേസ് യൂണിറ്റ്, ദിസ് ഇസ് ദി മെറ്റാലിക് പാർട്ട് ദാറ്റ് കണക്ട്സ് ദി ബൾബ് ടു ദ ഹോൾഡർ. മെറ്റാലിക് പാർട്ടിനെ, ബൾബിന്റെ മെറ്റാലിക് പാർട്ടിനെ നമ്മുടെ ഹോൾഡറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്തിനെയാണ് എന്ത് പറയാ, ബേസ് യൂണിറ്റ് എന്ന് പറയും. അടുത്താണ് ഈ ഡിഫ്യൂസർ കപ്പ്. ദിസ് ഇസ് ദി പാർട്ട് ഫ്രം വിച്ച് ദ ലൈറ്റ് കംസ് ഔട്ട് ഓഫ് ദ ബൾബ്. അതായത് ഡിഫ്യൂസർ കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന LED വാങ്ങിക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ഭാഗം, ബൾബിന്റെ ഒരു പ്ലാസ്റ്റിക് ഭാഗം വൈറ്റ് കളറിൽ ഒരു ബോൾ പോലെ സെമി സർക്കിൾ പോലെ കാണും. അതിലൂടെയാണ് എന്ത് വരിക, ലൈറ്റ് പുറത്തേക്ക് വരിക. അപ്പൊ ദിസ് ഇസ് ദ പാർട്ട് ഫ്രം വിച്ച് ലൈറ്റ് കംസ് ഔട്ട് ഓഫ് ദ ബൾബ്. ബൾബിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക് വരുന്ന ഭാഗമാണ് ഡിഫ്യൂസർ കപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഇതൊരു 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഡിഫൈൻ 1 ആംപറേജ് ആൻഡ് ഇറ്റ്സ് യൂണിറ്റ്. ഇതിന് 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കും. എന്താണ് ആംപറേജ്? ആംപറേജിന്റെ യൂണിറ്റ് എന്താണ്? ഞാൻ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ മലയാളം മീഡിയംകാരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആംപറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആംപറേജിന്റെ യൂണിറ്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ആംപറേജ് ബ്രാക്കറ്റിൽ A, ഇനി റെപ്രസെന്റ് ചെയ്യുന്നത് A എന്നാണ്. ഈസ് ദി റേഷ്യോ ഓഫ് ദി പവർ ഓഫ് ആൻ എക്യുപ്മെന്റ് ടു ദി വോൾട്ടേജ് അപ്ലൈഡ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്, ബൈ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആംപറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഓഫ് ആൻ എക്യുപ്മെന്റ് ബൈ വോൾട്ടേജ് അപ്ലൈഡ് ടു ഇറ്റ്. അതിന് കൊടുത്തിട്ടുള്ള വോൾട്ടേജ് എന്നതാണ് പവർ ഡിവൈഡ് ബൈ വോൾട്ടേജ്. ഇറ്റ് ഇൻക്രീസസ് വിത്ത് തിക്നെസ് ഓഫ് ദി കണ്ടക്ടർ. കണ്ടക്ടറിന്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്യും തോറും ആംപറേജ് എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. ആംപറേജ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ വോൾട്ടേജ്. അതായത് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പവറിന്റെ വോൾട്ടേജ് യൂണിറ്റ് ആണ്. വോൾട്ടേജ് ബൈ വോൾട്ടേജ്, നമ്മുടെ വോൾട്ടിന്റെ യൂണിറ്റ് വോൾട്ടേജ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് ആണ്. അപ്പൊ വോൾട്ടേജ് ബൈ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു P ബൈ V. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പവർ ബൈ വോൾട്ടേജ്. അതാണ് യൂണിറ്റ്. യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ തന്നെയാണ് ആംപറേജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കാൻ മറക്കും. അടുത്തത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ചോദ്യപേപ്പറിൽ കണ്ടിട്ടുണ്ട്. 1 കലോറി ഈസ് ഈക്വൽ ടു എത്ര ജൂൾ ആണ്? ഒരു കലോറി എന്ന് പറഞ്ഞാൽ എത്ര ജൂൾ ആണ്? 1 കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂൾ ആണ്. ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഞാൻ പഠിക്കുമ്പോഴും, ഞാൻ എത്രയോ വർഷം മുമ്പാണ് എന്താ പറയുക 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അപ്പോഴും ഈ ചോദ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ 1 കലോറി ഈസ് ഈക്വൽ ടു 4.2 ജൂൾ ആണ്. ഇനി അടുത്തത് ഡാഷ് ഈസ് യൂസ്ഡ് ആസ് ഹീറ്റിംഗ് കോയിൽ ഇൻ ഹീറ്റർ. ഹീറ്ററിൽ എന്താണ് ഹീറ്റിംഗ് കോയിൽ ആയിട്ട് ഉപയോഗിക്കുന്നത്? ഹീറ്റിംഗ് കോയിൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒറ്റ സാധനമേ ഉള്ളൂ, അത് നിക്രോം ആണ്. ഇനി എന്തുകൊണ്ട് നിക്രോം ഹീറ്റിംഗ് കോയിൽ ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള തുടർ ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഫ്യൂസ് വയർ ഈസ് കണക്റ്റഡ് ഇൻ എ സർക്യൂട്ട് ആസ്. ഫ്യൂസ് വയർ എങ്ങനെയാണ് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഫ്യൂസ് വയർ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ്. മറക്കരുത്, സീരീസ് ആയിട്ടാണ് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, when the current flowing through a conductor is double, then the heat flowing becomes. അതായത് ഒരു സർക്യൂട്ടിൽ കൂടെ കണക്ട് ചെയ്യുന്ന ഒരു സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ വരുന്ന ഹീറ്റിന്റെ മാറ്റം എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് അറിയാം H is equal to I square RT എന്നുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലെ. H is equal to I square RT ആണെന്ന് അറിയാം. ശരിയല്ലേ? ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കറണ്ട് I എന്ന് പറഞ്ഞ ഡബിൾ ചെയ്താൽ എന്നാണ് ചോദ്യം. I ഡബിൾ ആക്കി. അപ്പൊ I എന്ന് പറയുന്നത് ഈക്വൽ ടു 2I ആണ്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ ഹീറ്റിന് വരുന്ന ചേഞ്ച് എന്താണ്? വാട്ട് ഈസ് ദ ചേഞ്ച് ഹാപ്പൻ ടു ദ ഹീറ്റ്? അതിൽ കൂടെ വരുന്ന ചൂട്, താപം എത്രയായി കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ I എന്ന് പറയുന്നത് നമ്മൾ 2I ആയിട്ട് കൊടുക്കുകയാണ്. ഈസ് ഈക്വൽ ടു 2, ഈ ഐക്ക് പകരം 2I കൊടുക്കാം. അപ്പൊ 2I ഹോൾ സ്ക്വയർ. ഈ ഐക്കാണ് കേട്ടോ നമ്മൾ 2I കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ സ്ക്വയർ ഉണ്ട്, സ്ക്വയർ ആക്കി. ഒരു വ്യത്യാസമുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ 2 സ്ക്വയർ 2 into 2 അല്ല 2 സ്ക്വയർ എന്ന് പറയുന്നത് 4. I സ്ക്വയർ I തന്നെ I സ്ക്വയർ RT. ശരിയല്ലേ? 4I സ്ക്വയർ RT. H is equal to 4I സ്ക്വയർ RT. നേരത്തെ H is equal to I സ്ക്വയർ RT ആയിരുന്നു. ഇവിടെ ഒരു 4 വന്നു. അപ്പൊ ഇതിന്റെ 4 ടൈംസ് നോർമലി ഉണ്ടാവുന്ന ഹീറ്റിന്റെ 4 ടൈംസ് ആയിരിക്കും കറണ്ട് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ചോദ്യം ചിലപ്പോൾ വ്യത്യസ്ത നമ്പർ ഇപ്പോൾ 8 ടൈംസ് ആക്കി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ 2 തവണ കുറച്ചു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ 2
ഹാഫ് ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ എന്നുള്ളൊരു ചോദ്യം വരും. ഹാഫ് ആയിട്ട് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ I/2 ചെയ്യുക. അപ്പോഴും I/2 ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ വരും. അപ്പോഴും I²/4 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ 4 തവണയായിട്ട് കുറയും എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് ദി ഫുൾ ഫോം ഓഫ് LED. A question. B question. What are the features of LED compared to other bulbs? എന്താണ് LED മറ്റുള്ള ബൾബുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ LEDക്കുള്ള ഫീച്ചർ എന്താണെന്നുള്ളതാണ് ബി ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ഫുൾ ഫോം ഓഫ് LED എന്നാണ്. എന്താണ് LED ഫുൾ ഫോം? എല്ലാവർക്കും അറിയാം അല്ലെ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നുള്ളതാണ് LEDയുടെ ഫുൾ ഫോം. ചോദിക്കാൻ ചാൻസ് ഉണ്ടോ? 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ടോ? ഇതൊരു 3 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആട്ടോ. ആദ്യത്തെ 1 മാർക്കിന് ചോദിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് LED കമ്പയർ ടു അതർ ബൾബ്സ് എന്നുള്ളത് 2 മാർക്ക്. അങ്ങനെ 3 മാർക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് വരും. സോ എന്താണ് ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം ബാക്കിയുള്ള ബൾബിനെ കമ്പയർ ചെയ്യുമ്പോൾ. ആസ് ദർ ഇസ് നോ ഫിലമെന്റ് ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. LED ബൾബ്സിൽ എന്തില്ല? ഫിലമെന്റ് ഇല്ല. ഫിലമെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താ പറയാ, ഹീറ്റ് ലോസ് ഉണ്ടാവില്ല. ഫിലമെന്റിൽ ഉണ്ടാകുന്ന ചൂട് ഹീറ്റ് ആയിട്ട് പുറത്തേക്ക് വരും. ആ ഒരു ഹോട്ട്നെസ് ഹീറ്റ് ആയിട്ട് പുറത്തേക്ക് വരും. അപ്പൊ അങ്ങനെ എനർജി ലോസ് ആവും. അത് LED ബൾബിൽ ഇല്ല. നോർമലി നമ്മൾ ബാക്കിയുള്ള ബൾബ്സിനെ വെച്ച് നോക്കും, നമ്മുടെ മഞ്ഞ ബൾബ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ബുദ്ധിമുട്ട് LED ബൾബിൽ ഇല്ല. അടുത്തതെന്ന് പറയുന്നത് സിൻസ് ദർ ഈസ് നോ മെർക്കുറി ഇൻ ഇറ്റ് ഈസ് നോട്ട് ഹാർംഫുൾ ടു ദി എൻവയോൺമെന്റ്. അതായത് മെർക്കുറി ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഫ്ലൂറസൻ ലാമ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, വേറെ വെള്ള ട്യൂബ്ലൈറ്റ് ആയിട്ടുള്ള ഫ്ലൂറസൻ ലാമ്പ് എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ മെർക്കുറി ഉണ്ട്. മെർക്കുറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വലിച്ചെറിയ വല്ലതും ചെയ്യുമ്പോൾ അത് പ്രകൃതിയിൽ ഭയങ്കര ഹാർംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. സോ LED ബൾബിൽ എന്തില്ല? മെർക്കുറി ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഹാർംഫുൾ അല്ല. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് LED ഹാവ് ലോ പവർ കൺസംഷൻ. വളരെ കുറഞ്ഞ പവർ മാത്രമേ LED എന്ത് ചെയ്യുള്ളൂ? ഉപയോഗിക്കുള്ളൂ അല്ലെ? നമുക്കറിയാം LED ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? LED ബൾബ് പ്രവർത്തിപ്പിക്കാൻ പറ്റും അല്ലെ? അങ്ങനെ കുറെ LED വെച്ചിട്ടാണ് നമ്മൾ വലിയ ബൾബ് ഉണ്ടാക്കുന്നത്. സോ അത് പവർ കൺസംഷൻ എന്ന് പറയുന്നത് കുറവാണ്. ഇതാണ് അതിന്റെ 3 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, വൈ നൈട്രജൻ ഓർ ഇനേർട്ട് ഗ്യാസ് ഈസ് ഫിൽഡ് ഇൻ ആൻ ഇൻകാൻഡസെന്റ് ലാമ്പ് അല്ലെങ്കിൽ ബൾബ് അറ്റ് ലോ പവറിലെ ലോ പ്രഷർ? എന്തുകൊണ്ടാണ് നൈട്രജൻ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ്, നൈട്രജനോ അല്ലെങ്കിൽ മറ്റ് ഇനേർട്ട് ഗ്യാസുകളോ നമ്മുടെ ഇൻകാൻഡസെന്റ് ലാമ്പില് ലോ പവറിൽ നിറയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് നിറയ്ക്കാൻ കാരണം? അല്ലെങ്കിൽ നിറയ്ക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതൊരു 1 മാർക്കിന്റെ ചോദ്യം അല്ലെങ്കിൽ 2 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എഴുതിയെടുത്തോളൂ. Vaporization can be reduced by filling some inert gas at low pressure inside the bulb. Nitrogen is usually used for this purpose now. അതായത് വേപ്പറൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇനർട്ട് ഗ്യാസുകൾ ഇത്തരത്തിലുള്ള ഇൻകാൻഡസെന്റ് ലാമ്പിനകത്ത് നിറച്ച് വെക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു സമയത്ത് നൈട്രജൻ ആണ് നോർമലി എന്ത് ചെയ്യുന്നത്? ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റിൽ അറിയിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. സോ അതിൽ നിങ്ങൾക്ക് കയറി ചോദിക്കാം. നമ്മൾ അവിടെ നിങ്ങൾ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൻസർ തരുന്നതായിരിക്കും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. സോ നിങ്ങൾക്ക് അതിൽ കയറി വരാവുന്നതാണ്. ഓക്കെ, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് why tungsten is used as a filament and not nichrome? എന്തുകൊണ്ടാണ് ടങ്സ്റ്റൺ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്, നിക്രോം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം. എപ്പോഴേക്കോ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണെന്ന് ആൻസർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the reason why tungsten is used because it has the highest melting point but nichrome has a low melting point. ടങ്സ്റ്റനെ കമ്പയർ ചെയ്ത് നിക്രോം എന്ന് പറയുന്നത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ആൾ തന്നെയാണ്. പക്ഷേ ടങ്സ്റ്റനെ കമ്പയർ ചെയ്യുമ്പോൾ നിക്രോമിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ നിക്രോമിന് ഒരു റെഡ് ഹോട്ട് ആയിരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ടങ്സ്റ്റൻ എന്ന് പറഞ്ഞാൽ ഒരു റെഡ് ഹോട്ട് ഓറഞ്ചിഷ് ആയിട്ടുള്ള ഒരു കളർ എമിറ്റ് ചെയ്യാൻ കഴിവുണ്ട് ടങ്സ്റ്റന്. അത് എന്തിനില്ല? നമ്മുടെ നിക്രോമിനില്ല. നിക്രോം വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭയങ്കര ഡിം ആയിട്ടുള്ള ഒരു ലൈറ്റ് ആയിരിക്കും വരിക. ലൈറ്റ് വരാൻ ചാൻസ് തീരെ കുറവാണ്. ഇൻ കേസ് വന്നാൽ തന്നെ ഭയങ്കര ഡാർക്ക് റെഡിഷ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ലൈറ്റ് ആയിരിക്കും വരിക. പക്ഷെ ടങ്സ്റ്റൻ ഉപയോഗിക്കുമ്പോൾ അതൊരു ഓറഞ്ചിഷ് യെല്ലോയിഷ് ആയിട്ടുള്ള കളറായിട്ട് വരും. അതുകൊണ്ടാണ് ടങ്സ്റ്റൻ എന്ത് ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ
ഒരു ഭാഗം പഠിച്ചാൽ തന്നെ പല പല പ്രോബ്ലംസും ഒക്കെ തിയറി പാർട്ടൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ചോദ്യം ഇതാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. റെസിസ്റ്റൻസ് സീരീസിലും പാരലലും കണക്ട് ചെയ്തു കഴിഞ്ഞാൽ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ നമുക്ക് നോക്കാം. സീരീസും പാരലൽ നമുക്ക് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാം. സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? R is equal to R1 plus R2 plus R3 plus Rn എത്രയുണ്ടോ അങ്ങനെയാണ് വരുന്നത്. പാരലൽ കണക്ട് ചെയ്യുമ്പോഴാണെങ്കിലോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1/R is equal to 1/R1 plus 1/R2 plus 1/R3 plus 1/Rn എന്നുള്ള രീതിയിലായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വരിക. ഇനി ഇതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, സീരീസിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. കറണ്ട് ത്രൂ ഈസ് സെയിം. പക്ഷെ പാരലലിലേക്ക് വരുമ്പോൾ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഇനി വോൾട്ടേജിന്റെ കാര്യം പറയുകയാണെങ്കിലോ നമ്മുടെ സീരീസിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ പാരലൽ വരുമ്പോൾ വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇനി ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഒരു റെസിസ്റ്ററും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സീരീസിൽ വരുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുകയായിരിക്കും ചെയ്യുക. അതേ സ്ഥാനത്ത് നമ്മൾ ഒരു റെസിസ്റ്ററും കൂടെ പാരലിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഇപ്പൊ ഒരു 1, 2, 3 എണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒന്നുകൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. കാര്യം R1 plus R2 plus R3 അങ്ങനെയാണ് വരിക. ഇത് ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. പക്ഷെ പാരലിലേക്ക് വരുന്ന സമയത്ത് ഡിവിഷൻ ആണ്, അപ്പോൾ കുറയുകയാണ് ചെയ്യുക. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറയും. ഇനി അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈച്ച് റെസിസ്റ്റർ കാൻ ബി കൺട്രോൾഡ് ഇൻഡിവിജ്വലി. സീരീസിലാവുന്ന സമയത്ത് ഓരോ റെസിസ്റ്റേഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻഡിവിജ്വലി സ്വിച്ചുകൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പാരലൽ വരുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. ഓരോ എന്താ പറയാ റെസിസ്റ്റേഴ്സും നമുക്ക് ഇൻഡിവിജ്വലി സ്വിച്ചുകൾ ഉപയോഗിച്ച് പാരലൽ കണക്ട് ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ സീരീസിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റർ ഫെയിൽ ആയി കഴിഞ്ഞാൽ അത് മൊത്തം ആ സർക്യൂട്ടിനെ മൊത്തം ബാധിക്കും. സർക്യൂട്ട് മൊത്തം ഡാമേജ് ആയിട്ട് വരും. അതേ സ്ഥാനത്ത് നമ്മളുടെ പാരലൽ ആണെന്നുണ്ടെങ്കിൽ ഒരു റെസിസ്റ്റർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇൻഡിവിജ്വൽ സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് മാത്രമേ കേടുള്ളൂ, അത് മാത്രം നേടിയാൽ മതിയാവും. സോ ഇതാണ് സീരീസിലും പാരലലും കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. Why nichrome is used as a heating coil in electric heat? എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ഹീറ്ററിൽ നിക്രോം നമ്മുടെ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നാണ് സത്യം പറഞ്ഞാൽ ഡയറക്ട്ലി ചോദിച്ചിരിക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്താണ് നിക്രോമിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് ചോദ്യം. നിക്രോമിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് ആണ് ഹൈ റെസിസ്റ്റിവിറ്റി, രണ്ടാമത്തെയാണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് ആണ് എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിതൗട്ട് ഓക്സിഡേഷൻ. അപ്പൊ 3 പോയിന്റ്സ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, നല്ലോണം റെസിസ്റ്റിവിറ്റി ആണ്. പിന്നെ ഹൈ മെൽറ്റിംഗ്, റെസിസ്റ്റിവിറ്റി കൂടുമ്പോൾ ഹീറ്റ് ഭയങ്കരമായിട്ട് കൂടും, അതുകൊണ്ടാണ് ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, അത് എന്താ പറയുക മെൽറ്റ് ആയി പോകില്ല, ഒരുപാട് നേരം എന്താ പറയാ നിൽക്കും. ഇനി അടുത്തത് അതായത് ഒരുപാട് ഹീറ്റ് അതിലേക്ക് കൊടുക്കാൻ പറ്റും, ഒരുപാട് കറണ്ട് കൊടുത്താലും മെൽറ്റ് ആയി പോകില്ല എന്നുള്ളതാണ്. അടുത്ത എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിതൗട്ട് ഓക്സിഡേഷൻ, ഓക്സിഡൈസ് ചെയ്യപ്പെടാതെ റെഡ് ഹോട്ട് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ചോദ്യമാണ്. ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് ഈ ഒരു പാർട്ട് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത പാർട്ടിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അക്കോർഡിംഗ് ടു ജൂൾസ് ലോ H is equal to I square RT. Will the heat develop increase on resistance without changing the voltage? എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല എനിക്കറിയാം. ഞാൻ ആദ്യം ഇക്വേഷൻ എഴുതട്ടെ. H is equal to I square RT. ഇതെന്താണ്? ജൂൾസ് ലോ ആണ് അല്ലെ? ജൂൾസ് ലോ ആണ്. ഈ ജൂൾസ് ലോ ഉപയോഗിച്ചിട്ട് എന്താണ് ചോദ്യം? വിൽ ദി ഹീറ്റ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻക്രീസ് ഓൺ റെസിസ്റ്റൻസ് വിതൗട്ട് ചേഞ്ചിങ് ദി വോൾട്ടേജ്. അതായത് ഇവിടെ വോൾട്ടേജ് ചേഞ്ച് ചെയ്തിട്ടെന്നല്ല, വോൾട്ടേജിൽ ഒരു മാറ്റവും വരുത്താതെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഹീറ്റ് ഡെവലപ്മെന്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഭയങ്കര വലുതാണെന്നല്ലോ, പക്ഷെ ആൻസർ വളരെ സിമ്പിൾ ആണ്. എന്താണ് ചോദിക്കുന്നത്? ഇവിടെ എച്ചും ആറും എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് അല്ലെ? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, 1/, ഒന്നുമില്ല. അപ്പൊ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പോ റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് ചേഞ്ച് ഒന്നും വരുത്തുമെന്ന് വേണ്ട. ഈവൻ വിതൗട്ട് ചേഞ്ചിങ് ദ വോൾട്ടേജ്, ഇഫ് വി ചേഞ്ച് ദി റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻക്രീസ് ദി റെസിസ്റ്റൻസ്, ഹീറ്റ് വിൽ ഇൻക്രീസ്.
സിമ്പിൾ. അതേസമയം നമ്മൾ ഇവിടെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കുറയ്ക്കുകയാണെങ്കിൽ ഹീറ്റ് കുറയും. കാര്യം ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. H is directly proportional to R. ഞാൻ ആൻസർ വേണമെങ്കിൽ എഴുതുന്ന രീതി പറയാം. As H is directly proportional to R or R is directly proportional to H, if we increase the resistance without change, even without changing the voltage, the heat will increase. നമ്മുടെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യാതെ റെസിസ്റ്റൻസ് വെറുതെ ഇൻക്രീസ് ചെയ്താൽ തന്നെ ഹീറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. കാരണം ഹീറ്റും റെസിസ്റ്റൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു പാർട്ട് ഒരുവിധം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത എത്ര പാർട്ട് വേണോ നമുക്ക് അടുത്ത ഇതിൽ പറയാം. സോ കുറെ ക്വസ്റ്റ്യൻസ് ഇനിയും വരാണ്ട് ഈ ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ എന്തെങ്കിലും ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മടിയും വിചാരിക്കാണ്ട് കമന്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ കയറിയിട്ട് നമ്മളത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാൻ ശ്രമിക്കുക. സോ ഒരുപാട് പേർക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഒരുപാട് പേർക്ക് ബാക്കിയുള്ളവർക്ക് ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ ചോദിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.